തിരുവല്ലയിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. 5 ലക്ഷം രൂപയും പിഴയൊടുക്കണം. തുക കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾക്ക് നൽകണം. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യു ആണ് പ്രതി. അയിരൂർ സ്വദേശിനി കവിതയാണ് കൊല്ലപ്പെട്ടത്. 2019 കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, നാടിനെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകമാണ്. എന്തായാലും ഇപ്പോൾ ശിക്ഷാവിധി വന്നിട്ടുണ്ട്. പറയൂ ഗോകുൽ. രാഖി, 2019 ഈ സംഭവം നടക്കുന്നത്. തിരുവല്ലയിൽ വെച്ചുകൊണ്ട് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് വിദ്യാർത്ഥിനിയെ ആദ്യം കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോള് ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. അതിനുശേഷം ഗുരുതരമായി പൊള്ളലേറ്റ കവിത എന്ന് പറയുന്ന അയിരൂർ സ്വദേശിനിയായിട്ടുള്ള വിദ്യാർത്ഥിനി 2 ദിവസത്തിനകം ചികിത്സയിൽ കഴിയവേ മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷം നീണ്ട കോടതി നടപടികൾ ഇന്നാണ് പൂർത്തിയായത്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യു, അയാൾ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് പത്തനംതിട്ട കോടതി വിധിച്ചിരിക്കുന്നത്. കൂടാതെ 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ഈ പിഴത്തുക കവിതയുടെ രക്ഷിതാക്കൾക്ക് നൽകണമെന്നുള്ള ആവശ്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് കൂടി പത്തനംതിട്ട കോടതി ഇട്ടിരിക്കുകയാണ്. ഒപ്പം ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള തിരുവല്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള PR സന്തോഷ് അടക്കമുള്ള ആളുകളെ കോടതി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന്റെ ഇടപെടലുകളെയും കോടതി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിധിയിൽ തങ്ങൾ പൂർണ്ണ തൃപ്തരാണ് എന്നും മകൾക്ക് നീതി ലഭിച്ചു എന്ന് കരുതുകയാണ് എന്നും കവിതയുടെ അച്ഛനും അമ്മയും നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നൊരു വിധി തന്നെയാണ് വന്നതെന്ന് ഈ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആ രീതിയിൽ കവിത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ള ഒരു പൊതുവെ മൊത്തത്തിലൊരു പ്രതികരണം തന്നെയാണ് ഈ ആൾക്കാരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ അടക്കമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ അജിനെ നിലവിൽ ജയിലിലേക്ക് മാറ്റുന്നുണ്ടാവും. ശരി ഗൂഗിൾ. തിരുവല്ല കവിത കൊലക്കേസിലാണ് പ്രതി അജിന് ഇപ്പോൾ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.